അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? സുഖല്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഉത്തമ അടിമകളിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് നന്മകൾ, ഒരുപാട് ഖൈറാത്തുകൾ ജീവിതത്തിൽ പകർത്താൻ, ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പടച്ചവനെ അറിഞ്ഞ് ജീവിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, നമ്മളൊക്കെ ഒരുപാട് ദുആകൾ ചെയ്യുന്ന ആളുകളാണല്ലേ. ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞ്, ഓരോരോ ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതിയിട്ട്, ഒരുപാട് മുറാദുകൾ, മഖസൂത്തുകൾ നിയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും 5 വക്തുകളിലായിട്ട് മറ്റു ഇതര സ്പെഷ്യലായിട്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്കായിട്ട് ളുഹ, തഹജ്ജുദ്, വിത്തർ പോലത്തെ നിസ്കാരങ്ങൾക്കൊക്കെ ശേഷം ഇങ്ങനെ പല രീതികളിലായിട്ട് പല മെത്തേഡുകളിലായിട്ട് നമ്മൾ പടച്ചവനോട് പല ആഗ്രഹങ്ങളും പറയുന്നവരാണല്ലേ, പല ദുആകളും ചെയ്യുന്നവരാണല്ലേ. പക്ഷേ നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദുആ ചെയ്തിട്ട് നമുക്ക് വരുന്ന ഒരു സംഭവമാണ് നിരാശ എന്നുള്ളത് അല്ലേ. കാരണം നമ്മൾ പറയും, ഞാൻ ഒരുപാട് ദുആ ചെയ്യുന്നുണ്ട് പടച്ചവനോട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് വർഷങ്ങളായി, പക്ഷേ പടച്ചോൻ എന്നെ മെയിൻറ്റ് ചെയ്യുന്നില്ല, പടച്ചോൻ എൻ്റെ ദുആ സ്വീകരിക്കുന്നില്ല, പടച്ചോൻ എന്നെ കേൾക്കുന്നില്ല, പടച്ചോൻ എന്താണ് എന്നെ തിരിഞ്ഞു നോക്കാത്തത്, അല്ലെങ്കിൽ പടച്ചോൻ്റെ ദുആ കേൾക്കാത്തതുകൊണ്ടാണോ? ഇങ്ങനെയൊക്കെ പലപ്പോഴും നമ്മുടെ പൊട്ട ബുദ്ധി കൊണ്ട് നമ്മൾ എന്താക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട് അല്ലേ. അല്ലാഹ് കാക്കട്ടെ. ആമീൻ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ദുആ, നമ്മളെപ്പോൾ ദുആ ചെയ്താലും അതിനൊരു കറക്റ്റ് ആൻസർ, അതിനൊരു സ്പോട്ടിലുള്ള റിപ്ലൈ പടച്ച റബ്ബിൽ നിന്നും ലഭിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഇസ്മുണ്ട്. വെറുതെ അങ്ങോട്ട് ചൊല്ലിയാൽ പോരാ, നല്ല ഉറപ്പ് വേണം ആദ്യം. ഇത് ഞാൻ ചൊല്ലിയാൽ പടച്ചോൻ എന്നെ മൈൻഡ് ചെയ്യും, അല്ലെങ്കിൽ പടച്ചോനെ എനിക്ക് എന്തെങ്കിലും റിപ്ലൈ തരും, പടച്ചോനെ എന്നെ കേൾക്കും, പെട്ടെന്ന് എനിക്കിതിനൊരു ഉത്തരം തരും എന്നുള്ള ഒരു ഉറപ്പ് ആദ്യമാണ്. നമ്മൾ നേരത്തെ ദുആ ചെയ്തിരുന്നത് പടച്ചോൻ കേട്ടിട്ടില്ല എന്നല്ല കേട്ടോ ഇതിനർത്ഥം. പടച്ചോൻ സമീ ആണ്, ഓന് ബസ്വീറാണ്, എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും എല്ലാം കാണുന്നവനുമാണ് പടച്ചോനെ. അതുകൊണ്ട് മുമ്പത്തൊന്നും കേട്ടിട്ടില്ല എന്നല്ല അതിനർത്ഥം, ടൈമായിട്ടില്ല എന്നുള്ളതാണ്. ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, എന്താഗ്രഹം നമ്മൾ ഈ പറയാൻ പോകുന്ന ഇസ്മ ചൊല്ലിയിട്ട് ചോദിച്ചു കഴിഞ്ഞാലും അതിനൊരു സ്പെഷ്യലായിട്ടുള്ള ആൻസറിങ്, ഒരു സ്പെഷ്യലായിട്ടുള്ള റിപ്ലൈ പടച്ച റബ്ബിൽ നിന്ന് ലഭിക്കും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും വേണ്ട, യാതൊരു സംശയവും വേണ്ട. മനസ്സറിഞ്ഞിട്ട് നല്ല ഉറപ്പോടെ നല്ല യഖീനോടുകൂടെ ഈ ഇസ്മ ചൊല്ലണം എന്നുള്ളത് മാത്രം. മനസ്സിലായില്ലേ? ഏതാണെങ്കിലും ഏതാ ഇസ്മ അറിയോ? യാ സമീഉ, യാ സമീഉ, യാ സമീഉ, യാ സമീഉ. ഈ ഇസ്മ മനസ്സറിഞ്ഞിട്ട് ചൊല്ലുക. ദിവസവും കഴിയുന്നത് എത്രയാണോ അത്രയും പതിവാക്കുക, അത്രയും നമ്മൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ട് നടക്കുക. എന്നിട്ട് പടച്ചവനോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഫലം തരും, അതിന് ഉത്തരം കിട്ടും, യാതൊരു ഡൗട്ടും വേണ്ട. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.